ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. മോർണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സ്നേഹമാണോ അതോ ബഹുമാനമാണോ ഒരു ബന്ധത്തിന് കൂടുതൽ ആവശ്യം? നിങ്ങളുടെ പങ്കാളിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാകാം, പക്ഷെ നിങ്ങൾ അവരെ ശരിക്കും ബഹുമാനിക്കുന്നുണ്ടോ? പലപ്പോഴും സ്നേഹം കൊണ്ട് നിറയാത്ത ബന്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ബഹുമാനമില്ലാത്ത ഒരു ബന്ധവും ഒരിക്കലും നിലനിന്നിട്ടില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്നേഹത്തിൻ്റെ മറ്റൊരു മുഖത്തെക്കുറിച്ചാണ്. ബഹുമാനം. ബഹുമാനം എപ്പോഴും എല്ലാവരും അർഹിക്കുന്നതാണ് അല്ലേ, ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ നമ്മളെ പങ്കാളിത്തത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ പരസ്പരം തമ്മിലുള്ള ബഹുമാനം സ്നേഹത്തേക്കാൾ വലിയൊരു കെട്ടുറപ്പാണോ? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഡേ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഞാൻ എന്നെക്കുറിച്ചൊന്ന് പറയാം. ഞാൻ ഷംന സോഫിയ, ഹാപ്പിനെസ് ഹാൻഡ് ഹോൾഡർ, ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉള്ളവർ അത് നേടിയെടുക്കണം, മാനിഫെസ്റ്റേഷൻ ഈസി ആക്കണം, അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് മോർണിംഗിൽ ഇതുപോലെ എന്നും എൻ്റെ ക്ലാസ്സുകളും പ്രാക്ടീസുകളൊക്കെ കേട്ട് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ട്രാൻസ്ഫോം വിത്ത് ഷംന സോഫിയ എന്നുള്ളത്. അപ്പം ഈ അവലോൺ എന്നുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് എൻ്റെ കൂടെയുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പം ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ആവശ്യമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോസ് നിങ്ങൾ എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ ജീവിതത്തിൽ റിലേഷൻഷിപ്പ്, നമ്മളെ ഇണയോടുള്ള, നമ്മളെ പങ്കാളിയോടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. പല കൂടുതൽ ഡിവോഴ്സുകളും ഇപ്പോൾ നടക്കുന്നത് പല കാരണങ്ങളാണ്. പല കാരണത്തിൽ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് അവസാനം എത്തി നിൽക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് പരസ്പരം ഇങ്ങോട്ടുമുള്ള ട്രസ്റ്റ്, അതുപോലെ തന്നെ ഒരു പരസ്പരം ഇങ്ങോട്ടുമുള്ള വാക്ക് സ്വരച്ചേർച്ചക്കുറവ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ട് കുറവ്, ബഹുമാനം, ഇതെല്ലാം ഒരു ഘടകമാണ്. സ്നേഹം, പിന്നെ കെയർ, ലവ്, ഇതൊക്കെ ഇല്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ബാക്കോട്ട് പോകുമ്പോൾ പല ഘടകങ്ങളാണ് വരുന്നത്. പക്ഷേ ഈ ഘടകങ്ങളെയൊക്കെ ഒത്തു നോക്കുമ്പോൾ ഒരു സിമ്പിൾ ഒരൊറ്റ കാര്യം ഉണ്ടാവുള്ളൂ. ഈ അവയർനെസ് ഇല്ലായ്മയാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ ഇവർ ഡിവോഴ്സിലേക്ക് പോകുന്നതും രണ്ട് ഫാമിലികൾ തമ്മിൽ സെപ്പറേറ്റ് ആവുന്നതും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചവർ തമ്മിൽ പിരിയേണ്ടി വരുന്നതൊക്കെ ഇങ്ങനത്തെ പല ചെറിയ ചെറിയ കാരണങ്ങളെ കൊണ്ടാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഒരുപാട് ടോപ്പിക്കുകളും മണിയുമായിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകളുമാണ് ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്ക് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ താഴോട്ടുള്ള എല്ലാ സീരീസും നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇമോഷനാണ്. ശരിക്കൊരു ഇമോഷനാണ് സ്നേഹം എന്ന് പറയുന്നത്. എന്നാൽ നമ്മളൊരു ഒരു വ്യക്തിനെ ബഹുമാനിക്കുക, അല്ലെ മറ്റൊരു വ്യക്തിനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്. അത് നമ്മൾ ആരെ ബഹുമാനിക്കണം, എങ്ങനെ ബഹുമാനിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം, ഒരു ചോയ്സാണ് അല്ലേ. പക്ഷേ സ്നേഹം എന്ന് പറയുന്നത് ഒരു ഇമോഷൻ, ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നൽകുന്നതാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഫാമിലി ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ റീസെൻ്റ്ലി കുറഞ്ഞ നാളുകൾക്ക് മുമ്പിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. പ്രായമായിട്ടുള്ള ദമ്പതികൾ ഇപ്പോഴും സ്നേഹത്തിലും സന്തോഷത്തിലും അവർ തമ്മിലുള്ള നല്ല അനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നതും അവർ തമ്മിൽ നല്ല രീതിയിലുള്ള മൊമെൻറ്റുകളൊക്കെ റീൽസാക്കിയൊക്കെ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് വൈറലായിട്ട് വന്നിട്ട് സമയമുണ്ടായിരുന്നു. അപ്പം ഈ ദമ്പതികൾ എന്ന് പറയുന്ന സമയത്ത് എന്നോട് പലപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയുന്നൊരു ഡയലോഗുണ്ട്, നീ വല്യമ്മാനെ കണ്ടുപഠിക്കുക, വല്യമ്മയാണ് നല്ല റോൾ മോഡൽ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് വല്യമ്മയാന്നൊക്കെ ഹസ്ബൻഡിന് ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ തമ്മിൽ എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും, അവർ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരു കൈ മുട്ടുമ്പോൾ മറു കൈ പിന്നെ സൈലൻ്റ് ആവാന്നുണ്ടല്ലോ, അതുപോലെ രണ്ട് കൈയും ഒരുമിച്ച് മുട്ടാതിരിക്കുകയും ഒരു കൈ മുട്ടുമ്പോൾ മറ്റൊരു കൈ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നതൊക്കെ ഒരു ജീവിത രീതി
പറയൂലേ, അഡ്ജസ്റ്റ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു ഫാമിലി ലൈഫിനെ സംബന്ധിച്ച് പറയാം. അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നീ സാരല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും, നീ ഒന്ന് സഹിക്ക്, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് എന്ന് പറയും. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യത്തെ, ഒരു ഇഷ്യൂവിനെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കി ജഡ്ജ് ചെയ്യാതെ ഒരു അവെയർനെസ്സിൽ നിന്നുകൊണ്ട് ശരിയായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് രണ്ടുപേരുടെയും ഭാഗം, അതർ ഷൂസിലും നമ്മുടെ ഷൂസിലും നിന്നുകൊണ്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ ഒരു സ്നേഹത്തോടും സപ്പോർട്ടോടും കൂടി മുമ്പോട്ട് പോകാൻ കഴിയുന്നൊരവസ്ഥയാണ്. അപ്പം ഈ ഒരു ഫാമിലി ലൈഫ് പണ്ട് കാലങ്ങളിലുള്ളവർ ഇല്ലായ്മയിൽ നിന്നും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും, അല്ലെ അവർക്ക് അഭിവൃദ്ധിയോടുകൂടി സന്തോഷത്തോടു കൂടി നിറവോടുകൂടി ജീവിച്ച സമയങ്ങളിലും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഒരു കാര്യത്തിലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടാവില്ല. തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് പരസ്പരം ചർച്ച ചെയ്ത് ഓരോരുത്തരെടുക്കുന്ന തീരുമാനത്തെയും അംഗീകരിക്കാൻ പറ്റുന്നതിനെ അംഗീകരിക്കുകയും വിലക്കാൻ പറ്റുന്നതിനെ വിലക്കുകയും ചെയ്തിട്ട് പരസ്പരം സ്നേഹത്തോടു കൂടി ഒരാളെടുക്കുന്ന തീരുമാനത്തെ മറ്റൊരാൾ അംഗീകരിച്ചുകൊണ്ടായിരുന്നു പണ്ട് കാലങ്ങളിലും ഇപ്പോഴും കുറേ ഫാമിലി ലൈഫുകൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഒരാൾ എന്ത് തെറ്റ് ചെയ്താലും മറ്റൊരാൾ ആ തെറ്റിനെ തിരുത്തി കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ആ തെറ്റ് മറ്റൊരാളെ മുന്നിൽ വെച്ച് താഴ്ത്തി കെട്ടില്ല. മറ്റാളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഈ ഒരു തെറ്റിനെ ഭയങ്കരമായിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വിളംബരം ചെയ്യുകയോ താഴ്ത്തി കെട്ടുകയോ ചെയ്യാറില്ല. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ഇപ്പോൾ ഫാമിലി ലൈഫിൽ കൂടുതലും രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ ഒരാൾ ജോലിക്ക് പോകുന്നു, മറ്റാളും ജോലിക്ക് പോവുകയാണെങ്കിൽ ജോലി കാര്യങ്ങളിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരാൾ ജോലിക്ക് പോകുന്ന ആ ജോലി ചെയ്യുന്നതിൻ്റെ ബഹുമാനം കൊടുത്തുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഹെൽപ്പുകൾ, വെജിറ്റബിൾ വാങ്ങിക്കൊണ്ട് വരാനോ അല്ലെങ്കിൽ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഡ്രസ്സ് ഒന്ന് ലോണ്ടറി ബോക്സ്, അങ്ങനെ ചെറിയ ചെറിയ അല്ലെങ്കിൽ ഒരു ചെരുപ്പ് അടുക്കി വെക്കുന്ന കാര്യമാണെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യുന്ന കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അവർ ചെയ്യുന്ന ജോലിയെ മാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പണ്ട് കാലങ്ങളിൽ വെള്ളം കോരി കൊടുക്കാനും അല്ലെങ്കിൽ പിന്നെ പണിക്കാർക്ക് ഫുഡ് എടുത്തു കൊടുക്കാനോ അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഡിസ്കഷനിൽ വരുന്ന സമയത്തൊക്കെ ഒരു സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അന്നത്തെ കാലഘട്ടങ്ങളിലും ഇപ്പം കുറേ മോസ്റ്റ് റിലേഷൻഷിപ്പിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചര്യ ഇതാണ്. അപ്പം ഇതുകൊണ്ട് പരസ്പരം സ്നേഹിച്ചത് കൊണ്ട് മാത്രമല്ല, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചത് കൊണ്ടാണ് ആ ബന്ധം തകരാതെ സന്തോഷത്തോടു കൂടി നിലനിന്നത് എന്നുള്ളതാണ്. ശരിക്കും ബഹുമാനം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല ഒരു ബഹുമാനം. നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ, കഴിച്ചോളി, കഴിക്കാൻ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വാക്കുകൾ കൊണ്ട് ബഹുമാനം മാത്രം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ശരിക്കും ബഹുമാനം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ടല്ല, അത് പ്രവൃത്തികളെ കൊണ്ടും നമ്മളൊരു ആൾ മറ്റൊരാളെ ബഹുമാനിക്കുന്നുണ്ട് എന്നതിനുള്ള സൂചനയാണ്. അപ്പം സ്നേഹത്തിന് എന്നുള്ള ഭാഷയിൽ അവിടെ ബഹുമാനം വാക്കുകൾ കൊണ്ടും ബഹുമാനവും കൂടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരാളെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഞാൻ ആ വ്യക്തിനെ ബഹുമാനിക്കുന്നുണ്ട് എന്നതിൽ അർത്ഥമില്ല. ഒരു വ്യക്തിയെ നമ്മൾക്ക് മനസ്സിലാക്കുന്നതും അല്ലെ അവരെ പലരും ശരിക്കും കരുതുന്നത് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തും പറയാം അല്ലെങ്കിൽ ഏത് രീതിയിലും നിൽക്കാം എന്നുള്ളതാണ്. പക്ഷേ സ്നേഹിക്കുന്നതും കെയർ ചെയ്യുന്നതിനും അപ്പുറം ആ വ്യക്തിക്ക് നൽകുന്ന ഒരു ബഹുമാനം കൂടിയുണ്ട്. ഇത് ഓരോ റിലേഷൻഷിപ്പിലും അനിവാര്യമാണ്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ പലതും നഷ്ടപ്പെടാനും നമുക്ക് ഇല്ലാതെയായി പോകുന്നതും എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള താഴ്ത്തിക്കെട്ടലെ കൊണ്ടും മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് കളിയാക്കുന്നതും ഒരു അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ഇകഴ്ത്തി അങ്ങോട്ട് ഒഴിച്ചു മാറ്റുന്നതിന് പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവരെ വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യുക. സ്നേഹവും കെയറും കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് നൽകേണ്ട ഒരു റെസ്പെക്റ്റും കൂടെ നൽകുന്ന സമയത്ത് ആ ജീവിത ബന്ധം മനോഹരമാക്കും. പലരും കരുതുന്നത് സ്നേഹിച്ചാൽ എന്തും പറയാമെന്നുള്ളതാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ പേരിൽ ഒരാളെ താഴ്ത്തിക്കെട്ടാനോ ഒരു ബ്ലെയിം ചെയ്തിട്ട് മറ്റുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് അവരെ മനഃപൂർവ്വം നമ്മൾ വാക്കുകൾ കൊണ്ടും ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി താഴ്ത്തി കെട്ടുന്നതിന് പകരം അങ്ങനെ കൂടുതലായിട്ട് പോകുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പ് കുറച്ച് മടുപ്പിലേക്കും ഒരു വേദനയാണ് അവസാനം തരിക. അതിന് പകരം ചെയ്യേണ്ടത്, നമ്മളൊരു വ്യക്തിയെ നഷ്ടപ്പെടുമ്പോഴാണ് ആ വ്യക്തിത്വവും നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള ആഘാതം നമുക്കത് ശരിക്കും മനസ്സിലാകുന്നത് അപ്പോഴാണ്. അപ്പോൾ നമ്മളൊരു പങ്കാളിയിൽ നിന്ന്
ഒരാൾക്ക് കൊടുക്കേണ്ട ശരിക്കും ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരം എൻ്റെ പങ്കാളിക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം. അത് ലഭിക്കാതെ പോകുമ്പം, ആ ഒരു അംഗീകാരം ലഭിക്കാതെ വരുമ്പോഴാണ് അകലാൻ തുടങ്ങുന്നത്. അകൽച്ച തുടങ്ങുന്നത് ഈ അംഗീകാരം ലഭിക്കാതെ പോകുന്ന സമയത്താണ്. അപ്പോൾ ബഹുമാനം എന്നാൽ ശരിക്കും അനുസരിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അനുസരിക്കുക എന്നുള്ളതല്ല ബഹുമാനം, മറിച്ച് ആ വ്യക്തിയെയും അവൻ്റെ അഭിപ്രായങ്ങളെയും മാനിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ ഒരു സ്വാർത്ഥത ഉണ്ടാവും. ഓരോ വ്യക്തികൾക്കും ഓരോ സ്വഭാവ രീതിയാണ്, അവരുടെ സ്വാർത്ഥ സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കണം. ഓരോ വ്യക്തിയും യുണീക്കാണ്. ഓരോ വ്യക്തിക്കും അവൻ്റെതായ അഭിപ്രായ സ്വാതന്ത്ര്യവും അവൻ്റെതായ ജീവിത രീതികളും സ്വഭാവ രൂപങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ട്ണർ വ്യക്തമായിട്ടും എൻ്റെ പാർട്ട്ണർ ഇതാണെന്നുള്ള രൂപഘടന മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ആ ഷൂസിൽ നിന്നുകൊണ്ടും നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷൻസിനെയും ഓരോ കാര്യങ്ങളെയും മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഉയർന്നു വരുന്നിടത്താണ് എല്ലാ ബന്ധങ്ങളും നല്ല സ്മൂത്തായിട്ട് നല്ല ഭംഗിയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ ബന്ധങ്ങളിലും വിള്ളലുകളും വിളർച്ചകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഓരോ റീസൺ ഉണ്ടാവും അല്ലേ? ആ റീസണിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ അവയർനെസ് തലത്തിലേക്ക് കൊണ്ടുവന്ന് വാല്യൂ കൊടുത്ത് ആ വ്യക്തിനെ അക്സെപ്റ്റ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് എല്ലാ ബന്ധങ്ങളും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ആ ഒരു തലത്തിൽ ആ ഒരു രീതിയിൽ വേണം നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണാൻ, നമ്മൾ നമ്മുടെ ജീവിതത്തെ അനുഭവിക്കാൻ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് നമുക്ക് സന്തോഷം നേടിയെടുക്കാനും കണ്ടെത്താനും പറ്റുള്ളൂ. അത് നമ്മൾ ഓരോരുത്തരും തന്നെ തീരുമാനിക്കണം. എൻ്റെ ജീവിതത്തെ സന്തോഷം ഞാൻ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഞാൻ തന്നെ തീരുമാനിക്കുമ്പോഴാണ് എനിക്ക് അവിടെ സന്തോഷത്തെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. അതർ ഷൂസിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് അതിനെ ആ രീതിയിൽ നോക്കിക്കാണാൻ പറ്റില്ല. അവരെ ഷൂസിൽ നമ്മൾ അവരെ കാഴ്ചപ്പാടുകളെയാണ് നോക്കിക്കാണേണ്ടത്, അല്ലാതെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അതിൽ നിന്നൊരു സ്വാർത്ഥരാവണം. ചില സമയങ്ങളിൽ നമ്മൾ കണ്ടെത്തണം നമ്മളെ തന്നെ. അപ്പം അതിലേക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മാറണം. എല്ലാ സമയത്തും എല്ലാ രീതിയിലും മുമ്പോട്ട് പോകുന്നതിന് പകരം നമ്മൾ പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ എന്ത് വേണം, ഏത് രീതിയിൽ വേണം എന്നുള്ള പരസ്പര കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. പരസ്പരം ഒരു ധാരണ ഉണ്ടാവണം. അവർ പറയുന്നതിൽ നിന്നും നിങ്ങൾ പറയുന്നതിൽ നിന്നും ഒരു ധാരണ മനോഭാവത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ 4 സൊല്യൂഷൻസ് പറഞ്ഞുതരാം. നമ്മുടെ പങ്കാളി പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക. അവർ പറയുന്നതിന് പൂർണ്ണമായിട്ട് ലിസൺ ചെയ്യുക. രണ്ടാമത്തെ, പരസ്യമായി പരിഹസിക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് അവരെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടുന്നത് അല്ലെങ്കിൽ ഒരു അടച്ചിട്ട് ആക്ഷേപിക്കുന്ന രീതിയിലൊന്നും എന്ത് ചെയ്യുക, സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. മൂന്നാമത്തത്, അവരുടെ പരസ്പരം ഇഷ്ടങ്ങളും നിങ്ങളുടെ തമ്മിലുള്ള പരസ്പരം ഇഷ്ടങ്ങളെയും വ്യക്തിപരമായ കാര്യങ്ങളെയൊക്കെ ഒരു പ്രത്യേക വ്യക്തിയാണെന്ന നിലക്ക് തന്നെ അതിനെ കാണുക. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആ ഒരു വ്യക്തിൻ്റെ സ്വഭാവ രൂപമാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ കണ്ട് ഒരു അടിമനെ പോലെ കാണാതെ ആ വ്യക്തിൻ്റെ രൂപഘടന അതായിട്ട് കാണാൻ ശ്രമിക്കുക. 4, പരസ്പരം ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും എന്ത് ചെയ്യുക, നന്ദിയോടുകൂടി അതിനെ കാണുക. അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷൻ കൊടുക്കുക. പരസ്പരം ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഓരോ നന്ദിയോടുകൂടി അല്ലെങ്കിൽ ഒരു നല്ലൊരു സന്തോഷത്തോടു കൂടി അതിനെ നോക്കിക്കാണാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 രീതിയിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഓരോ സിറ്റുവേഷനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആവും എന്നുള്ളതാണ്. പിന്നെ ജീവിതത്തിൽ നമ്മുടെ ഓരോ ഡേയും ഓരോ ദിവസവും നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല സ്മൂത്തായിട്ട് ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാൻ വേണ്ട ഒരു ടിപ്പ് പറഞ്ഞുതരാം. അറ്റ്ലീസ്റ്റ് 3 മിനിറ്റ്, ദ 3 ഗ്രേറ്റ്ഫുൾ മിനിറ്റ്സ് എന്നാണ് അതിന് പറയാം. ഒരു 3 മിനിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 3 മിനിറ്റ് കണ്ണിലേക്ക് നോക്കിയിട്ട്, ഒരു 3 മിനിറ്റ് അല്ല, ഒരു കുറഞ്ഞ സമയം കണ്ണിലേക്ക് നോക്കിയിട്ട് ഒരു 3 കാര്യം അവരെക്കുറിച്ചുള്ള നന്ദിയോട് ഗ്രേറ്റ്ഫുൾ ആവേണ്ടതായിരിക്കാം. പോസിറ്റീവായിട്ടുള്ള ഒരു 3 കാര്യം കണ്ണിൽ നോക്കി കുറച്ച് നേരം ഇരുന്ന്
പറയുക എന്നുള്ളതാണ്. ഒരു 3 മിനിറ്റ് നിങ്ങളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണറുടെ കണ്ണിലേക്ക് നോക്കിയിരിക്കുക. ആ ഒരു മിനിറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് ആണെങ്കിലും മതി. പക്ഷേ നിങ്ങൾ എത്ര സമയമാണോ അവരെ കണ്ണ് നോക്കിയിരിക്കുന്ന ആ സമയത്തിൽ ഒരു 3 കാര്യം, അറ്റ്ലീസ്റ്റ് ഒരു 3 കാര്യങ്ങളെങ്കിലും അവരെ ഓർത്തിരിക്കാൻ പറ്റുന്ന, അവരെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അവർക്കൊരു നന്ദിയോടുകൂടി നിങ്ങൾ നന്ദി പറയേണ്ട എന്തെങ്കിലും ഒരു കാര്യങ്ങളോ എന്തുതന്നെയാണെങ്കിലും ഒരു 3 കാര്യങ്ങൾ അവരോട് സംസാരിക്കാം. അത് പോസിറ്റീവായിരിക്കണം, ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു അപ്രിസിയേഷൻ ആവാം, എന്തുമാവാം. ബി പോസിറ്റീവ് ആയിട്ടുള്ള വാക്കിലായിരിക്കണം അത് പറയേണ്ടത്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലുള്ള പ്രാക്ടീസും ടൂൾസും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ പറ്റും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിത രീതി ഇങ്ങനെയാണ്, എനിക്ക് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ പ്രോഗ്രാം ചെയ്ത് ആ പ്രോസസ്സിനെ തടയുന്നതിന് പകരം സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ സൊല്യൂഷൻസിലും ഈ ഒരു ഭൂമിയിൽ അവൈലബിൾ ആണ്. അതിനെ കണ്ടെത്തുക, മനസ്സിലാക്കുക, തിരിച്ചറിയുക, അതിൽ നിന്നും നിങ്ങൾ സൊല്യൂഷനും പ്രാക്ടീസും ഒക്കെ കൊടുത്തുകൊണ്ട് അതിന് മുന്നിൽ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് സന്തോഷത്തോടെയും കൂടി സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. അപ്പം സ്നേഹം നമുക്ക് പലപ്പോഴും അവസാനിച്ചേക്കാൻ, എന്നാൽ ബഹുമാനമുണ്ടെങ്കിൽ ആ സ്നേഹം വീണ്ടും 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 വളരും. നിങ്ങളുടെ പങ്കാളി ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ സ്വത്തൊന്നുമല്ലല്ലോ. ഓരോ വ്യക്തിയും, ഓരോ മനുഷ്യനും ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ അവരെ ഒരു സുഹൃത്തിനെ പോലെ ബഹുമാനത്തോടെ കാണാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഓരോ ദിവസവും അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു മുട്ടുസൂചിൻ്റെ ആണെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു മുട്ടുസൂചീൻ്റെ അളവിന് എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നന്ദിയോടുകൂടി സ്മരിക്കുക. ആ വ്യക്തിയെ നന്ദിയോടുകൂടി കാണാൻ കഴിയുന്ന സമയത്ത്, ആ വ്യക്തിയോട് കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവുന്ന മൊമെൻറ്റുകൾ നിങ്ങൾ കൺതുറക്കെ കാണാൻ കഴിയുന്ന സമയത്താണ് നിങ്ങളുടെ ജീവിതം മനോഹരമാകുന്നതും ആ വ്യക്തി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാനും കഴിയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവുമുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം. അപ്പോൾ എല്ലാവരും ഒരു അഫർമേഷൻ പറഞ്ഞേ. ഞാൻ എൻ്റെ വ്യക്തിയെ, എൻ്റെ പാർട്ട്ണറെ പൂർണ്ണമായിട്ടും ആ വ്യക്തിത്വത്തെ മാനിക്കുന്നു. എൻ്റെ വാക്കുകളും പ്രവൃത്തികളും ബഹുമാനം നിറഞ്ഞതാണ്. സ്നേഹത്തോടും ബഹുമാനവും ചേർത്ത് ഞങ്ങൾ മനോഹരമായ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് 3 പ്രാവശ്യം പറയാം. നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ച്, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ കണ്ട് ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് ആ വ്യക്തിക്ക് വേണ്ടി, ആ വ്യക്തിയെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിൽ നിങ്ങളെ 2 പേരെയും ഓർത്തുകൊണ്ട് ഈ ഒരു അഫർമേഷൻ പറയാം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നല്ലൊരു മോർണിംഗ്, ഇത് നിങ്ങൾക്ക് നല്ലൊരു തുടക്കമാവട്ടെ. ജീവിതത്തിൽ അനവധി ടൂൾസും പ്രാക്ടീസും നൽകുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് എഗെയിൻ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഇതിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ആരെങ്കിലും നിങ്ങളെ പാർട്ട്ണറോ നിങ്ങളെ ഫ്രണ്ട്സോ നിങ്ങളെ ഫാമിലിയിലോ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഇനി ഓരോ ദിവസവും വരുന്നത് മണിയും റിലേഷൻഷിപ്പും ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും. തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും സന്തോഷവും കൊണ്ടുവരാൻ ഇത് നിങ്ങൾക്ക് സഹായമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടുകളിലേക്കും കാര്യങ്ങളിലേക്കും കടക്കാം. അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.